Some morning scenes from the kitchen. A very good morning. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് തിരുവോണമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഇന്നാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഡബിൾ സെലിബ്രേഷൻ ഡേ ആണ്. ശരിക്കും ഇന്ന് അങ്ങനെ വലിയൊരു പ്ലാനിലൊന്നും പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ വർക്കൗട്ട് ആവില്ല എന്നറിയാം. സോ വലിയ പ്ലാനൊന്നും ചെയ്തിട്ടില്ല. എന്നാലും ഇപ്പോൾ ഒന്ന് കുളിച്ചിട്ട് വന്ന് അത്തപ്പൂക്കളത്തിൻ്റെ ബാക്കി പരിപാടികളൊക്കെ നോക്കണം. പിന്നെ അമ്പലത്തിൽ പോകണം. പോയിട്ട് വന്നിട്ട് കണ്ണൻ്റെ വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുക്കണം. പിന്നെ വന്നിട്ട് സദ്യയൊക്കെ കഴിക്കണം. അതിനുശേഷം പിന്നെ നമ്മുടെ ആനിവേഴ്സറി പരിപാടികൾ തുടങ്ങുകയാണ്. അപ്പോൾ ഇത് എത്രത്തോളം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അത്യാവശ്യം ഭയങ്കര ഒരു തിരക്കുള്ള ദിവസമാണ്. അങ്ങനെ ടൈമൊന്നുമില്ല. ഇത് ഓണത്തിന് പരിപാടി കഴിയുമ്പോൾ തന്നെ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് തയ്യാറാവണം. അപ്പോൾ ആനിവേഴ്സറിക്ക് നമ്മൾ ഒരു ചെറിയ പരിപാടി പോലെ വിചാരിക്കുന്നുണ്ട്, ഒരു കേക്ക് കട്ടിങ് പോലെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ എത്രത്തോളം ഇതിലെല്ലാം കൂടി എനിക്കെന്തായാലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. എനിക്കെന്തായാലും വീഡിയോ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ എടുത്ത് തരുന്നതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ അങ്ങനെയൊക്കെയാണ് പ്ലാൻ. അപ്പം ഞാൻ ഈ അത്തപ്പൂക്കള പരിപാടിയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഇന്നലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മറ്റേ ഡിസൈൻ വരയ്ക്കലും പരിപാടികളൊക്കെ കുറച്ച് ബൈറ്റ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരും. ഓക്കെ. ചിരിച്ചേ, നന്നായിട്ട് ചിരിച്ചേ, വല്ലാണ്ട് ചിരിച്ചേ. ചിലയിലുള്ള പൂവെടുത്ത് മാറ്റി വെച്ചിട്ട് അപ്പോൾ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ അനിയത്തി.
അപ്പോഴത്തേക്ക് ഞാൻ അമ്പലത്തിൽ പോയിട്ട് എനിക്ക് മുല്ലപ്പൂ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പ്രസാദം കിട്ടിയ കൂട്ടത്തിൽ എനിക്ക് പൂവും കിട്ടി. അപ്പോൾ ഇനി സാരിയൊക്കെ കൊടുക്കണം, പൂവൊക്കെ വയ്ക്കണം. എന്നിട്ട് കണ്ണൻ്റെ വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ. ഓക്കെ. സോ നമ്മൾ സാരി ഉടുക്കാനൊക്കെ പോവാണ്. അനിയത്തിയാണ് ഉടുപ്പിക്കുന്നത്. ആൻഡ് മേക്കപ്പൊക്കെ ഒരുവിധം, മേക്കപ്പ് എന്ന് പറയുന്നത് ഒരുവിധം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് വലുതായിട്ട് മുഖത്തൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് എനിക്ക് താഴെ ഒന്ന് കണ്ണ് എഴുതിയേ കൊള്ളാമെന്നുണ്ട്. അതും കൂടി ചെയ്തിട്ട് കാണുന്നില്ല. അച്ഛൻ്റെ തലയും കാണുന്നു. ഹലോ ഗൈസ്, ഇട്ടോ. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. ഞാൻ സാരി ഉടുത്തു. ഞാൻ സാരിയുടെ ഒരു ഫുള്ളൊക്കെ കാണിക്കാം, ഞാൻ മറന്നു പോയില്ലെങ്കിൽ. ഇനി ഞാനിപ്പോൾ മുടി വിചാരിക്കുന്നത് ജസ്റ്റ് പ്ലെയിനായി തന്നെ അങ്ങ് കെട്ടാമെന്നാണ്. കാരണം എൻ്റെ ബ്ലൗസിൻ്റെ ബാക്ക് വന്നിട്ട് കുറച്ച് വൈഡാണ്. അപ്പം ഞാൻ അത് ഒരു ഭംഗി വരണം എന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് ഓർത്തു. എനിക്കറിയില്ല കേട്ടോ, ഞാനിങ്ങനെ ഈ സാരി ലുക്കിൽ എനിക്ക് ഹെയർ സ്റ്റൈൽസ് ഒന്നും പരീക്ഷിക്കാൻ അറിയില്ല. ബിക്കോസ് നമ്മളങ്ങനെ എപ്പോഴും സാരി എടുക്കാറില്ലല്ലോ. അല്ലെങ്കിലും വലിയതായിട്ട് ഹെയർ സ്റ്റൈലിനെ കുറിച്ച് വലിയ ബോധമൊന്നുമില്ല. നമുക്കിതിൽ പൂവിൽ കുറച്ച് കുങ്കുമമായിട്ടുണ്ട്. നമുക്ക് പോവാം. കാരണം ഇങ്ങനെ ജസ്റ്റ് വെച്ചാൽ മതിയോ അതോ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വെക്കും? ഇതൊന്ന് സ്ലൈഡ് കുത്തി തരുമോ? അത് തിരിച്ചിങ്ങനെ ചെയ്യണോ? മാല ഇതുവരെ കിട്ടാൻ ഞാൻ മാല എവിടെടാ? ഇത്രയും പോരെ? ഇവിടെ മാല ഇതിങ്ങനെ ചോക്കറായിട്ട് ഇരിക്കണമെങ്കിൽ ഇതൊന്ന് ലോക്ക് ചെയ്തിടണം. ഞാൻ ലോക്ക് ചെയ്ത് തരാം. എനിക്ക് അല്ല, ഈ മാല കിടന്നോട്ടല്ലേ? ഇത് ലെങ്ത് ഉള്ള മാല. ഇത് നോക്കിക്കേട്ടാ, ഇതിപ്പോൾ ഞാൻ ലോക്ക് ചെയ്തിട്ടു. അല്ല, ഞാനിങ്ങനെ ട്രൈ ചെയ്തു. നീ അതൊന്ന് ലോക്ക് ചെയ്ത് തരുമോ എവിടെയെങ്കിലും? ആൻഡ് നമ്മളിന്ന് അമ്പലത്തിൽ നിന്ന് കിട്ടിയ കുങ്കുമം തന്നെ ഇടുന്നു. സോ ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. ഇത് ഇങ്ങനൊരു വളയും കൂടി ഇടാൻ നോക്കും. അപ്പം നമ്മുടെ ലുക്ക് കുറച്ച് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞാൻ എൻ്റെ ഫുൾ ലുക്ക് കാണിക്കാം. സോ അച്ഛൻ്റെ അമ്മ അടുത്ത് പോയിട്ട് വരാം.
ഹലോ ഗായ്സ്, സദ്യയൊക്കെ കഴിച്ചിട്ട് നല്ല കിറങ്ങിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ട്രിവാൻഡ്രത്തിൽ ഒരു പ്രത്യേകതയാണല്ലോ ബോളിയും പായസം ട്രിവാൻഡ്രത്തിൽ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ ബോളിയും പായസമൊക്കെ കഴിച്ചിട്ട് ഭയങ്കര മത്ത് പിടിച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ നമുക്കധികം സമയമില്ല. ഇപ്പോൾ 3 മണി എന്തോ, ഇപ്പം 6 മണിക്കാണ് നമ്മളിവിടെ ചെറിയൊരു ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ എനിക്കൊന്ന് ഉറങ്ങണമെന്നുണ്ട്, ഉറങ്ങാൻ പറ്റില്ല. കാരണം അവിടെ ചുമ്മാ ഒരു ചെറിയ കുറച്ച് ബലൂൺസ് എല്ലാം നമ്മൾ ചെയ്തിട്ട് എയർ ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നൊരു ഡെക്കോർ പോലെ ചെയ്യാമെന്ന് ഓർത്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇനി ചെയ്തിട്ട് ഞാനല്ല ചെയ്യുന്നത്, അവിടെ കണ്ണനും കൂട്ടുകാരും ഒക്കെയാണ്. എന്നാലും അവരൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കിടന്നുറങ്ങുന്നത് വലിയ നന്നല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. ആൻഡ് ഓണം ഒരു നൈസ് ഓണമായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു, പൂക്കളൊക്കെ ഇട്ട് അറ്റാറും എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് ആയിരുന്നു. ഇനി അടുത്ത ആനിവേഴ്സറിയുടെ കാര്യമാണ്. കുറച്ച് സംഭവങ്ങൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല, ഒരു പ്ലാനൊന്നുമില്ല, നോക്കാം. സോ വെൽക്കം ബാക്ക്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ആനിവേഴ്സറി ഔട്ട്ഫിറ്റാണ്. അപ്പം ഞാൻ ഓണത്തിന് ഇടയ്ക്കുള്ള വ്ളോഗൊന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ കുറേ ഉറങ്ങാൻ ശ്രമിച്ചു, പക്ഷെ ഉറങ്ങിയില്ല. എന്നാലും ബാക്കി പരിപാടികളൊക്കെ എനിക്കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പെട്ടെന്ന് ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്ന് പോയി റെഡിയായി. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എൻ്റെ വക ഒരു സിമ്പിൾ മേക്കപ്പ് ആൻഡ് ഒരു ചെറിയ ഡെക്കോർ. ഇതൊരു ഡെക്കോർ എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല, കൈ കിട്ടിയതെല്ലാം കൂടി വലിച്ചു വാരി വെച്ച ഒരു ഡെക്കോർ. ആൻഡ് ദിസ് ഈസ് our anniversary cake. Excuse me. ഫുഡിന് അഭിപ്രായം പറയണോ? ഞാൻ കുക്ക് ചെയ്താണ്. അതെ, ഞാൻ കുക്ക് ചെയ്താണ്.
ചോറെടുക്കട്ടെ. ഇറ്റ് വാസ് എ നൈസ് ഡേ ആക്ച്വലി. ഞാൻ വിചാരിച്ചതിലും ഭംഗിയാക്കി എനിക്ക് ആ ദിവസം കിട്ടി. കാരണം എനിക്കധികം ക്യാപ്ചറൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഓഫ് കോഴ്സ് എനിക്ക് അതിനുള്ള ഒരു കാരണം എല്ലാവരോടും സംസാരിക്കുന്നതിനിടയ്ക്ക് എനിക്കൊന്നും വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കാനുള്ള ഒരു സാവകാശം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതും എൻ്റെ അനിയത്തിയും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഇങ്ങനെ റാൻഡമായിട്ട് എടുത്ത് തന്ന ക്ലിപ്സ് എല്ലാം കൂടി ജോയിൻ ചെയ്തിട്ടാണ് ഞാൻ വീഡിയോയിൽ വെച്ചിരിക്കുന്നത്. ബിക്കോസ് എനിക്ക് നാളെ ജസ്റ്റ് കാണാനൊരു ഓർമ്മ. അതേപോലെ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അവർ തന്ന ക്ലിപ്സ് എല്ലാം കൂടി ആഡ് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. എനിക്കിതിൽ ഏറ്റവും താങ്ക്സ് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബിക്കോസ് എൻ്റെ സൈഡ് ഓഫ് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒന്നും വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത് ഇങ്ങനത്തെ ഒരു ദിവസമായിപ്പോയി, രണ്ടാമത് ഡിസ്റ്റൻസ്, പിന്നെ അവർക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും വരാൻ പറ്റാണ്ടായിപ്പോയി. അപ്പം നമുക്കിപ്പോൾ വന്നത് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് കണ്ണൻ്റെ സൈഡിൽ നിന്ന് തന്നെയാണ് മെജോറിറ്റി എന്നല്ല, ഫുൾ അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അവർക്ക് ഇതൊരു സ്പെഷ്യൽ ഡേ ആണല്ലോ എല്ലാവർക്കും. ഓണത്തിന് എല്ലാവരും പല പല പരിപാടികളും കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ദിവസമായിരിക്കുമല്ലോ. അപ്പോൾ കാരണം അവധി ദിവസം കൂടിയാണ്. എന്നിട്ട് പോലും വന്ന് പങ്കെടുക്കാൻ അവർ കാണിച്ച ഒരു മനസ്സിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ വിളിച്ച ഓൾമോസ്റ്റ് എല്ലാ ആളുകളും വന്നിട്ടുണ്ട്. കുറച്ച് 3-4 ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും വന്ന് പങ്കെടുത്തു. അപ്പം ഈ ഒരുപാട് നേരം ഇരിക്കാൻ പറ്റാത്തവർ ജസ്റ്റ് വന്ന് നമ്മുടെ ആ സന്തോഷത്തിലൊന്ന് ജസ്റ്റ് വന്നുമല്ലോ. അപ്പോൾ അത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. ആൻഡ് എ വെരി ബിഗ് താങ്ക്സ് ടു ഓൾ ഓഫ് യു. അതേപോലെ തന്നെ എൻ്റെ അനിയത്തി. അപ്പോൾ എനിക്ക് ഈ സാരി ഉടുക്കലും പരിപാടികളൊക്കെ അവളുള്ളതുകൊണ്ടും പിന്നെ പൂക്കളും കാര്യങ്ങളെല്ലാം അനിയത്തി ഉള്ളതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം റെഡിയാക്കാൻ പറ്റിയത്. ബിക്കോസ് അങ്ങനെ ഞാനായിട്ട് സാരി ഉടുക്കാൻ കയറിയിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ വീണ്ടും ഡിലേ വന്നേനെ. അവളുള്ളതുകൊണ്ട് അവൾ പെട്ടെന്ന് അതെല്ലാം ചെയ്തു തന്നു. ആൻഡ് അമ്മ, അപ്പോൾ ഞാനും അമ്മയും കൂടി നമ്മൾ സദ്യ ഉണ്ടാക്കാം എന്നുള്ളൊരു പരിപാടിയിലായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സാമ്പാർ, പുളിശ്ശേരി, അവിയൽ ഇതൊക്കെ ഞാൻ ചെയ്യാം, അമ്മ ബാക്കിയുള്ളതൊക്കെ ചെയ്യും. അങ്ങനെ ഒരു തീരുമാനത്തിലാണ് നമ്മൾ സദ്യ ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങിയത്. പക്ഷേ എൻ്റെ ആ ദിവസത്തെ തിരക്കുകൾ കാരണം എനിക്കൊന്നിലും അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷേ അമ്മ അത് നല്ലപോലെ ഹാൻഡിൽ ചെയ്തു. പിന്നെ നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് നമുക്കങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. ഞാനും കണ്ണൻ, അമ്മ, അനിയത്തി, പിന്നെ കണ്ണൻ്റെ ഒരു ഫ്രണ്ടും അവന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങനെ ബൾക്കായിട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം ഈവനിങ് പരിപാടി ഉണ്ടല്ലോ അങ്ങനെ. അപ്പോൾ അമ്മ അത് നല്ലപോലെ അമ്മയുടെ പാട്ടും ഹാൻഡിൽ ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങളും ഒരു ചെറിയ ഓണമെന്നും ചെറിയ രീതിയിൽ ഓണവും ചെറിയ രീതിയിൽ നമ്മുടെ ഒരു ആനിവേഴ്സറിയും പറ്റുന്ന രീതിയിൽ നമ്മൾ അത് ആഘോഷിച്ചു. ആൻഡ് ഇറ്റ് വാസ് എ നൈസ് ഡേ. ആൻഡ് ഞാനിപ്പം ഈ ഒരു പാട്ട് ചെയ്തത് തന്നെ നമ്മുടെ ഈ സന്തോഷത്തിൽ വന്ന് പങ്കെടുത്തവർക്ക് വേണ്ടിയിട്ടാണ്. എ വെരി ബിഗ് താങ്ക് യു. പിന്നെന്താ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോയും ഡു സപ്പോർട്ട്. പ്ലീസ് ഡു വാച്ച്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.